NSSനെ അനുനയിപ്പിക്കാൻ UDF NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ നേരിൽ കാണുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. NSSുമായി UDFന് അകൽച്ചയില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അദ്ദേഹം സ്വാഭാവികമായിട്ട് പറഞ്ഞൊരു കാര്യം എന്നുള്ള നിലയിൽ മാത്രമേ അതിനെ എടുക്കുന്നുള്ളൂ. അവിടെ പോയിക്കൂടാ എന്നൊന്നുമില്ല. അവിടെ അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ചിട്ട് ഞങ്ങളവിടെ പോകും. അതിന് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ പോയിട്ടുണ്ട്, പണ്ടും പോയിട്ടുണ്ട്, ഇനിയും പോകാൻ തയ്യാറാണ്. ഒരു സമുദായവുമായി UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവുമില്ല, ഒരു അകൽച്ചയില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേതൻ സാജൻ കോഴിക്കോട് നിന്ന് ചേർന്നുണ്ട്. ചേതൻ, കഴിഞ്ഞ ദിവസം ചേർന്ന NSSന്റെ പ്രതിനിധി സഭയിലും സുകുമാരൻ നായർക്ക് കൂടുതൽ അംഗങ്ങളും പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടിയാകണം ഇപ്പോൾ അടൂർ പ്രകാശ് അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ NSSനെ, അതായത് സുകുമാരൻ നായരെ നേരിട്ട് കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകുന്നുവെന്ന് UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും സിജു, ഈ NSSുമായി സർക്കാർ അടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ UDF കൺവീനറായ അടൂർ പ്രകാശിൻ്റെ ആശങ്കയാണ് ഇന്ന് കൂടുതൽ വ്യക്തമാവുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായരെ നേരിൽ താൻ ചെന്ന് കാണുകയും അനുനയിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ അടൂർ പ്രകാശ് കണ്ടത്. പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞത് UDFന് എല്ലാ സമുദായ സംഘടനകളുമായി നല്ല ബന്ധമാണ്. CPM സുകുമാരൻ നായർക്ക് പ്രത്യേക അനുഭാവം ഉള്ളതായി തോന്നുന്നില്ലെന്നും, അതുപോലെ തന്നെ ചിലർ ഈ സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് ഉയർത്തിയതിന് പിന്നിൽ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നും കൂടിയാണ് അടൂർ പ്രകാശ് ഇന്ന് പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി UDFനെതിരെയും BJPക്കെതിരെയും സുകുമാരൻ നായർ ആഞ്ഞടിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിൻ്റേത് കള്ളക്കളിയാണെന്നും, അതുപോലെ തന്നെ BJP പാർലമെൻറ്റിൽ നിയമനിർമ്മാണം നടത്തിയിട്ടില്ലെന്നുള്ള കാര്യം ഈ രണ്ട് കൂട്ടരും സമുദായത്തെ ദ്രോഹിക്കുകയാണ് ചെയ്തതെന്ന് സുകുമാരൻ നായർ ആഞ്ഞടിച്ചിരുന്നു. ഇതിൽ ആശങ്ക പൂണ്ടാണ് ഈ സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ നേരിൽ ചെന്ന് കാണുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുമ്പ് തന്നെ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കിയതാണ്, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു നേതാക്കളും തങ്ങളെ കാണേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം ആദ്യമേ പറഞ്ഞു വെച്ചിരുന്നു. വേണമെങ്കിൽ സൗഹൃദ സന്ദർശനത്തിന് ഇങ്ങോട്ടേക്ക് വരാം, പക്ഷേ ഈ വിഷയത്തിൽ അത് NSSന്റെ നിലപാട് ഉറച്ചതാണ്. അതിൽ അനുനയിപ്പിക്കാൻ ആരും തന്നെ കാണാൻ വരേണ്ടതില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വിശ്വാസികളുടെ കൂടെയാണെന്ന് മുമ്പേ സുകുമാരൻ നായർ പറഞ്ഞു വെച്ചിരുന്നു. വേണമെങ്കിൽ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റാമായിരുന്നു, പക്ഷെ അങ്ങനെ സംസ്ഥാന സർക്കാർ ചെയ്തില്ലെന്നും അദ്ദേഹം സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ കടുത്ത ആശങ്കയിലാണ് NSS സർക്കാരുമായി അടുക്കുന്നതിൽ കടുത്ത ആശങ്കയിലാണ് UDF ക്യാമ്പ്. അതുകൊണ്ടാണ് ഇന്ന് ഈ സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ നേരിട്ട് താൻ അങ്ങോട്ടേക്ക് പോകുമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്. സിജു, ശരി, ചേതൻ സാജനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.